ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഔട്ട്ഡോർ വീഡിയോ ആക്കാമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ട്രിപ്പ് പോലെ നമ്മൾ അതിരമ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു എൻട്രൻസ് പോലെ അവിടെ കണ്ടു. അപ്പോൾ നോക്കുമ്പോഴാണ് തുമ്പൂർ മുഴി എന്നൊരു സൈൻ ബോർഡ് ഞങ്ങൾ കണ്ടു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളൊന്ന് കയറി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു മാപ്പ് പോലത്തെ ഒരു പേപ്പറൊക്കെ കിട്ടി. നോക്കുമ്പോൾ നല്ല കിടില സ്ഥലമാണെന്ന് തോന്നി. അപ്പോൾ നമ്മളത് കാണാൻ ഇറങ്ങി. അതിൻ്റെ ഓരോ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയുടെ തീരത്താണ് തുമ്പൂർ മുഴി എന്ന ഗ്രാമം. ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിൽ ചാലക്കുടിയുടെയും അതിരമ്പിള്ളിയുടെയും ഇടയിൽ തുമ്പൂർ മുഴി എന്ന ഗ്രാമത്തിൽ പണി തീർക്കുന്ന തടയണയാണ് ഈ ഗ്രാമത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രം. കനാൽ വഴിയുള്ള ജലസേചന പദ്ധതിക്കായി 1949 നിർമ്മാണം തുടങ്ങി 1952 പണി തീർത്തു. നിർമ്മാണ ചിലവ് 2 കോടി രൂപ. ഈ പദ്ധതിയുടെ ഭാഗമായി 2 കനാലുകളുണ്ട്. വലത്തു കനാലിന്റെ നീളം 48.28 കിലോമീറ്ററും ഇടത്തു കനാലിന്റെ നീളം 35.45 കിലോമീറ്ററുമാണ്. തടയണ കവിഞ്ഞൊഴുകുന്ന വെള്ളം ചെറുതും മനോഹരവുമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതി ഇവിടെ കാണാൻ പറ്റും. ലോക പ്രശസ്തമായ അതിരമ്പിള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെ ചാലക്കുടി നദിയുടെ ഗൈഡിലാണ് തുമ്പൂർ മുഴി അണക്കെട്ടും തൂക്കുപാലവും. അത്രയൊന്നും അറിയപ്പെട്ടില്ലെങ്കിലും ഈ വിസ്മയം തൃശ്ശൂരിന്റെ ഒരു നിധി തന്നെയാണ്. തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. ചാലക്കുടി നദിയുടെ ഇരുകരകളിലും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു അടിപൊളി ഒരു കാഴ്ചയാണ്. ഒരു അത്ഭുത വിസ്മയം തന്നെ നമുക്ക് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് കേട്ടോ ഈ ഏഴാറ്റുമുഖം എന്നുള്ള സ്ഥലം. അപ്പോൾ അപ്പുറത്തെ സൈഡ് തൃശ്ശൂർ ജില്ലയും ഈ സൈഡ് ഏഴാറ്റുമുഖം എന്നുള്ള ഈ സൈഡ് എറണാകുളം ജില്ലയുമാണ്. അപ്പോൾ ഈ പാലമാണ് അവരെ ബന്ധിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നടക്കുമ്പോൾ മെയിനായിട്ടുള്ളത് ഈ കല്ലുകൾ പോലത്തെ ഇതാണ്. അപ്പം നമ്മളവിടെ ചോദിച്ചു നോക്കി. അപ്പോൾ ഈ സമയത്താണ് നന്നായി വറ്റണ പോലെ ഇരിക്കണത്. കുറേ മഴക്കാലത്തൊക്കെ ഇവിടെ ഫുള്ള് വെള്ളം കെട്ടി നിൽക്കും. പിന്നെ ഒരു 6 മണിക്കൊക്കെ ശേഷം ഈ എനർജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡാം തുറക്കും. അത് കാരണം അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. ആ സമയത്തൊന്നും ഇറങ്ങാനേ പാടില്ല. അപ്പോൾ വലിയൊരു നമുക്കവിടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത അത്ര അധികം കല്ലുകളുണ്ട് കേട്ടോ. ഈ സൈഡിലല്ല, തൊട്ടപ്പുറത്തെ സൈഡിലുള്ള കുറേ കല്ലുകളുണ്ട്. ഇതൊക്കെ നോക്കി നടക്കാൻ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മളൊരു വാച്ച് ടവറിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇവിടെ സൈഡിൽ തന്നെ ചിൽഡ്രൻസ് പാർക്കിന്റെ സൈഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് പോലെ അവർ വെച്ചിട്ടുണ്ട്. ഇത് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കല്ലുകളുണ്ട്. ഈ കല്ലുകളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളിയാട്ടോ.
തുമ്പൂർമൊഴി തടയനോട് ചേർന്ന് തന്നെ ഒരു പൂന്തോട്ടവും പിന്നെ ഈ കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കും ഉണ്ട്. പിന്നെ ഈ ബട്ടർഫ്ലൈസിനൊക്കെ ഉള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഇവിടെ യോജിച്ചതായതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ധാരാളം ബട്ടർഫ്ലൈനെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ സൈഡിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ അധികം ബട്ടർഫ്ലൈസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ നോക്കിയപ്പോൾ ധാരാളം ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. ഒന്നും രണ്ടൊന്നുമല്ല, എത്രയോ 20-ലധികം ബട്ടർഫ്ലൈസ് ഫുള്ള് നമ്മുടെ ചുറ്റും പറക്കുമായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ പൂക്കളൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഈ പൂക്കളിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നത്. ഈ എക്സ്പീരിയൻസ് ഒക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് എപ്പോഴും ഒന്നും കിട്ടുന്ന എക്സ്പീരിയൻസേ അല്ല. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ സാധിക്കും, കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.